ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സംഖ്യകൾ, കൂട്ടുകാർ. ഒത്തിരിയേറെ കണക്കുകളും അതുപോലെ തന്നെ പാറ്റേണുകളും ഒക്കെ കൂട്ടുകാർക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കാം. സംഖ്യകൾ, കൂട്ടുകാർ. കളം നിറയ്ക്കാം. നോക്കിയ കൂട്ടുകാരെ, ഇവിടെ ഒരു മനോഹരമായ കളിയാണ് ആദ്യം കൂട്ടുകാർക്ക് തന്നിട്ടുള്ളത്. ടോക്കൺ ഉപയോഗിച്ചുള്ള ഒരു കളി. 1 മുതൽ 100 വരെയുള്ള ടോക്കണുകളാണ് ഇവിടെ ഉള്ളത്. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കളം നിറയ്ക്കണം. മിൻഹയും കൂട്ടുകാരും കളിച്ചത് കൂട്ടുകാരും കളിച്ചു നോക്കൂ. ഇവിടെ നോക്കിയേ, 1 മുതൽ 100 വരെയുള്ള ടോക്കൺ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ? 1 മുതൽ 100 വരെ കൂട്ടുകാർക്ക് എഴുതാനും എണ്ണാനും അറിയാമെങ്കിൽ ഈ ഒരു ഗെയിം കൂട്ടുകാർക്ക് കളിക്കാനായിട്ട് കഴിയും. കണ്ടു കൂട്ടുകാരെ, 65 എഴുതിയ ടോക്കൺ എവിടെയാണ് വയ്ക്കുന്നത്? എങ്ങനെയാണ് കൂട്ടുകാർ കണ്ടുപിടിച്ചത്? നോക്കിയേ കൂട്ടുകാരെ, 55ൻ്റെ നേരെ താഴെയാണ് 65 എന്ന് പറയുന്ന ടോക്കൺ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? 1 മുതൽ 100 വരെ എഴുതിയ ടോക്കണുകൾ യോജിച്ച കളങ്ങളിൽ കൂട്ടുകാർ വയ്ക്കുക. മഞ്ഞ നിറമുള്ള കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നോക്കിയേ കൂട്ടുകാരെ, ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. 1, 12. അടുത്തോ 1ൻ്റെ സ്ഥാനത്ത് അവിടെ 2 ആകുന്നു, 2ൻ്റെ സ്ഥാനത്ത് 3 ആകുന്നു. അടുത്തോ 2ൻ്റെ സ്ഥാനത്ത് 3 ആകുന്നു, 3ൻ്റെ സ്ഥാനത്ത് 4 ആകുന്നു. അടുത്ത് 3ൻ്റെ സ്ഥാനത്ത് 4, 4ൻ്റെ സ്ഥാനത്ത് 5. അടുത്ത കൂട്ടുകാരെ പറഞ്ഞോളൂ. അതെ, 4ൻ്റെ സ്ഥാനത്ത് 5, 5ൻ്റെ സ്ഥാനത്ത് 6, പിന്നെ 5ൻ്റെ സ്ഥാനത്ത് 6, 6ൻ്റെ സ്ഥാനത്ത് 7. അടുത്തോ 6ൻ്റെ സ്ഥാനത്ത് 7, 7ൻ്റെ സ്ഥാനത്ത് 8. അടുത്താണെങ്കിലോ 7ൻ്റെ സ്ഥാനത്ത് 8, 8ൻ്റെ സ്ഥാനത്ത് 9. അടുത്ത് നോക്കിയേ, സ്കൂളിലെ സ്റ്റോറാണ്. ഇവിടെ ഓരോ ഇനം സാധനങ്ങളുണ്ട്. ക്രയോൺസ് ഉണ്ട്, അതിന് 25 രൂപയാണ്. പേനയുണ്ട്, അതിന് എത്ര രൂപയാണ്? 20 രൂപയാണ്. സ്കെച്ച് പാക്കറ്റിന് 40 രൂപ, നോട്ട് ബുക്കിന് 60 രൂപ, മാർക്കർ പേനയ്ക്ക് 75 രൂപയാണ്. സ്കെയിലിന് 5 രൂപയും ബ്രൗൺ പേപ്പറിന് 15 രൂപയുമാണ് ഉള്ളത്. ഇനി എന്താണ് ചോദ്യമെന്ന് നോക്കാം. മിൻഹ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഏതൊക്കെ സാധനങ്ങളാണ് അവൾ വാങ്ങിയത്? നോക്കിയേ, സ്കെച്ച് പാക്കറ്റ് 40 രൂപയ്ക്കും നോട്ട്ബുക്ക് 60 രൂപയ്ക്കും. അപ്പോൾ എത്രയായി കൂട്ടുകാരെ? ഒന്ന് കൂട്ടി നോക്കിയേ. 40 അധികം 60 സമം 0. 6 4 10. അപ്പോൾ 100 രൂപയ്ക്ക് മിൻഹ എന്ത് ചെയ്തു? സാധനങ്ങൾ വാങ്ങി. ഇനി നിങ്ങളുടെ കൂട്ടുകാർ കണക്കാക്കിയത് എന്താ? മാർക്കർ പേന പാക്കറ്റ് 75 രൂപ. അടുത്ത് സ്കെയിൽ എത്രയാണ്? 5 രൂപ. അടുത്ത് പേനയ്ക്ക് 20 രൂപയുമാണ്. അങ്ങനെയെങ്കിൽ കൂട്ടി നോക്കി, 5 5 10, 0 1 ശിഷ്ടം 7 8 9 1 10. 100 രൂപയ്ക്ക് മിൻഹ വാങ്ങി. ഇനി വേറെ രീതികളിലെ കൂട്ടുകാരെ ഇവിടെ അടുത്ത് തന്നിരിക്കുന്നു. കണ്ടോ? ഏതാണ്? നോട്ട് ബുക്ക് 60 രൂപയാണ്, പിന്നെ സ്കെയിൽ 5 രൂപയാണ്, പിന്നെ ബ്രൗൺ പേപ്പർ എത്രയാണ്? 15 രൂപ, പേനയ്ക്ക് 20 രൂപ. കൂട്ടി നോക്കൂ. അതെ, 100 രൂപയാണല്ലേ? അപ്പോൾ ഇതുപോലെ പല രീതിയിൽ മിൻഹയ്ക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് കഴിയുന്നുണ്ട്. 100 രൂപയാണ് മിൻഹയുടെ കയ്യിലുണ്ടായിരുന്നത്. ആ രൂപയ്ക്ക് അവൾ സാധനങ്ങൾ വാങ്ങി. അടുത്ത് നോക്കാം. പെൻസിൽ കമ്പനി. മിൻഹയുടെ അച്ഛൻ്റെ പെൻസിൽ കമ്പനി ഉണ്ട്. 10 പെൻസിലുകളാണ് ഒരു പാക്കറ്റിൽ നിറയ്ക്കുന്നത്. 10 പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വയ്ക്കും. ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം എത്രയാണ് കൂട്ടുകാരെ? നോക്കിയേ, 10 എണ്ണമാണ് ഒരു പെട്ടിയിലുള്ളത്. ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണമോ 10. ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം 100 കണ്ടോ? പെൻസിലുകൾ പെട്ടിയിലാക്കി നോക്കിയേ കൂട്ടുകാരെ. പെൻസിലുകളുടെ എണ്ണം എഴുതി നമുക്കിവിടെ കളം പൂർത്തിയാക്കാം. ഇതാ നോക്കിയേ, 1ാമത്തെ പെട്ടിയിൽ എത്ര എണ്ണമാണുള്ളത്? അതെ, 100 എണ്ണമാണുള്ളത്. 2ാമത്തേൽ 200 എണ്ണം. നമ്മൾ പറഞ്ഞു ഒരു പെട്ടിക്കകത്ത് 100 പാക്കറ്റാണ് അല്ലേ? അങ്ങനെയെങ്കിൽ 2 എണ്ണത്തിൽ 200, 5 എണ്ണമാകുമ്പോൾ 500, 4 എണ്ണമാകുമ്പോൾ 400, 6 എണ്ണമാകുമ്പോൾ 600, 3 എണ്ണത്തിന് 300,
പാക്കറ്റ് ആകുമ്പോൾ 800 എണ്ണം, 7 പാക്കറ്റ് ആകുമ്പോൾ 700 എണ്ണം, 9 എണ്ണം ആകുമ്പോൾ 900 പാക്കറ്റ്. അങ്ങനെ 10 പെട്ടിയിലായിട്ട് ആകെ എത്ര പെൻസിലുകളാണുള്ളത്? അതെ, 1000 പെൻസിലുകളാണ് ഉള്ളത്. അടുത്ത് നോക്കിയേ മേന്മ സ്റ്റോർ. മേന്മ സ്റ്റോറിലേക്ക് 1000 പെൻസിലുകൾ വേണം. എത്ര പെൻസിലാണ് വേണ്ടത്? 1000 പെൻസിൽ വേണം. മിൻഹയും അച്ഛനും 2 ബാഗുകളിൽ തുല്യമായിട്ട് പെൻസിൽ പെട്ടി നിറച്ചു. എന്നാൽ ഓരോ ബാഗിലും എത്ര പെൻസിലുകൾ കാണും? അതെ, 500 പെൻസിലുകൾ വീതമായിരിക്കും ഓരോ പാക്കറ്റിലും കാണുക. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 1000നെ തുല്യമായാണ് വീതിച്ചത് അല്ലേ കൂട്ടുകാരെ? 1000ൻ്റെ പകുതി എത്രയാണ്? 500. ഒരു ബാഗിൽ 500 പെൻസിൽ പെട്ടികളാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഒരു ബാഗിൽ എത്ര പെൻസിലുകളാണ് കൂട്ടുകാരെ ഉള്ളത്? നോക്കാം. ഇവിടെ ചിത്രം തന്നിരിക്കുന്ന കണ്ടില്ലേ? ഇതിൽ ആദ്യത്തത് കണ്ടോ? 300, അടുത്തതിൽ 700. അങ്ങനെയെങ്കിൽ 1000 പെൻസിലുകളുണ്ട്. അടുത്തത് നോക്കിയേ, 100 എണ്ണമാണ് ഒരു പെട്ടിയിലുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്ത പെട്ടിയിൽ എത്ര എണ്ണം കാണും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1000 മൈനസ് 100. 900 പെൻസിലുകളാണ് അതിലുള്ളത്. അടുത്ത് നോക്കിയേ, 1000 പെൻസിലുകളുണ്ട്. അവ തുല്യമായിട്ട് വീതിച്ചെഴുതിയല്ലേ? പിന്നെയോ 600, 400, 1000. കണ്ടില്ലേ കൂട്ടുകാരെ? ഇനി നന്മ സ്റ്റോർ. നന്മ സ്റ്റോറിലേക്ക് 800 പെൻസിലുകൾ കൊടുത്തു. 2 ബാഗിലായാണ് കൊടുത്തത്. ഓരോ ബാഗിലും എത്ര പെൻസിലുകളുണ്ടെന്ന് നമുക്ക് നോക്കി എഴുതാം. ഒന്നാമത്തെ ബാഗിൽ 400, 400, 800 പെൻസിലുകൾ. അടുത്തതിലാണെങ്കിൽ ഒന്നാമത്തെ ബാഗിൽ 100ഉം രണ്ടാമത്തേൽ 700 എണ്ണവും ഉണ്ട്. അങ്ങനെ ആകെ 800 പെൻസിലുകൾ. അടുത്തതിലാണെങ്കിലോ ഒന്നാമത്തെ ബാഗിൽ 500ഉം രണ്ടാമത്തെ ബാഗിൽ 300 പെൻസിലുകളും ഉണ്ട്. 800 പെൻസിലുകളാണ് ഉള്ളത്. നാലാമതായി ഒന്നാമത്തെ ബാഗിൽ 200 പെൻസിലുകളും രണ്ടാമത്തെ ബാഗിൽ 500 പെൻസിലുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആകെ 800 പെൻസിലുകളില്ലേ? ഉണ്ട്. അടുത്ത് നോക്കിയേ കൂട്ടുകാരെ, നൂറുകളുടെ കൂട്ടങ്ങൾ എഴുതുക. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ മുതലേ പഠിച്ചു വരുന്നതാണ്. നമുക്ക് എഴുതാം. 300 അധികം 400 പ്ലസ് 700. അടുത്ത് 100നോട് 600 കൂട്ടിയാലോ? അതെ, 700 തന്നെ. ഇനി 500നോട് 200 കൂട്ടിയാലും 700. അതുപോലെ ഇവിടെ എഴുതിയേ 900. അതിന് 500 അധികം 400, അടുത്ത് 700 അധികം 200, 100 അധികം 800, 600 അധികം 300. ഇവയെല്ലാം കൂട്ടുമ്പോൾ 900 കിട്ടും. 400 അധികം 200, 300 അധികം 300, 500 അധികം 100. ഇവയെല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ 600 എന്ന ഉത്തരമാണ് കിട്ടുക. തുല്യമായ കൂട്ടം. ഇവിടെ നോക്കിയേ, തുല്യമായ കൂട്ടം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഭാഗവും വിട്ടുപോയിട്ടുണ്ട്. അത് കൂട്ടുകാർ കണക്കാക്കി എഴുതണം. 100നോട് 100 കൂട്ടിയാൽ 200. ഇനി 500 തന്നിട്ടുണ്ട്, 250 തന്നിട്ടുണ്ട്. ഇവിടെയുള്ള സംഖ്യ വിട്ടുപോയല്ലേ? അതെങ്ങനെ കണ്ടെത്തും? 500ൽ നിന്ന് 200 കുറച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ 250 കിട്ടുന്നു. അടുത്ത് ഇവിടെ 2 സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ 2 കൂടെ കൂട്ടിയാൽ പോരെ? 600 കിട്ടും. ഇനി 700 തന്നിട്ടുണ്ട്. നമ്മളിവിടെയുള്ള സംഖ്യകൾ കണ്ടെത്തണം. നമുക്ക് എഴുതാം. അടുത്ത് 900 തന്നിട്ടുണ്ട്. ഇവിടെയുള്ള സംഖ്യകൾ കണ്ടെത്തി എഴുതണം. എഴുതിക്കോളൂ. അടുത്ത് നോക്കിയേ, മാറിപ്പോയി. സ്കൂളിലേക്ക് 870 പെൻസിലുകൾ 100ൻ്റെയും 10ൻ്റെയും പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിൻഹ 7 100ൻ്റെയും 8 10ൻ്റെയും പാക്കറ്റുകളാണ് ആക്കിയത്. എത്ര എണ്ണം പാക്കറ്റിലാക്കി? ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? ആകെ പെൻസിലുകൾ 870 അല്ലേ കൂട്ടുകാരെ? അതെ, 100ൻ്റെ 10 പാക്കറ്റും 10ൻ്റെ 8 പാക്കറ്റും ചെയ്തു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ്? 100ൻ്റെ 7 പാക്കറ്റ് 700 എണ്ണം, 10ൻ്റെ 8 80 എണ്ണം. 780 എണ്ണമാണ് ആര് ചെയ്തത്? മിൻഹ ചെയ്തത്. ഇനി എത്ര എണ്ണം കൂടെ വേണം? 870ൽ നിന്ന്, അതായത് സ്കൂളിലേക്ക് പാക്കറ്റ് ചെയ്യുന്നത് 870 എണ്ണമാണല്ലേ? അപ്പോൾ 870ൽ നിന്ന് മിൻഹയ്ക്ക് കിട്ടിയത് കുറച്ചാൽ പോരെ? അതെ, 90 എണ്ണമാണ് ഇനി വേണ്ടത്. ഉത്തരം എത്രയാണ്? 90. പെൻഷൻ വന്നു. നോക്കിയേ കൂട്ടുകാരെ, പാൽക്കാരന് 200 രൂപയും പലചരക്ക് കടയിൽ 500 രൂപയും മിൻഹയ്ക്ക് 100 രൂപയും കൊടുക്കണം. നമ്മുടെ മുത്തശ്ശിക്ക് പെൻഷൻ വന്നപ്പോൾ മുത്തശ്ശിയുടെ കടമൊക്കെ മുത്തശ്ശി വീട്ടുകയാണ്. എങ്ങനെയാണ്? പാൽക്കാരന് 200 രൂപ, പലചരക്ക് കടയിൽ 500, പിന്നെ മിൻഹയ്ക്ക് 100. ഇത് തമ്മിൽ കൂട്ടി നോക്കിയേ. 200 അധികം
500 അധികം 100, 800. അപ്പോൾ 800 രൂപ മുത്തശ്ശിക്ക് കടം വീട്ടണം. മുത്തശ്ശി തന്ന 100 രൂപ കുടുക്കയിലിടാമെന്ന് മിൻക പറയുന്നു. ദിവസം 1 രൂപ വീതം അച്ഛനും കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഓരോ ദിവസവും കുടുക്കയിലുള്ള തുക എത്രയെന്ന് കണ്ടെത്തി എഴുതിയ കൂട്ടുകാരെ. കണ്ടില്ലേ, മുത്തശ്ശി കൊടുത്ത 100 രൂപ അതേപടി മിൻഹയുടെ കുടുക്കയിലുണ്ട്. അച്ഛൻ ഓരോ ദിവസവും ഓരോ രൂപ വെച്ച് കൊടുത്തു. ഒന്നാമത്തെ ദിവസം 101 രൂപയായി, 102 ആയി, മൂന്നാമത്തെ ദിവസം 103 ആയി, നാലാമത്തെ ദിവസം 104 അഞ്ചാമത്തെ ദിവസം 105, ആറാമത്തെ ദിവസം 106, ഏഴാമത്തെ ദിവസം 107. അങ്ങനെ 21ാമത്തെ ദിവസമാകുമ്പോൾ 121 രൂപയും 54ാം ദിവസമാകുമ്പോൾ 154 രൂപയും ആരുടെ കുടുക്കയിലുണ്ട്? മിൻഹയുടെ കുടുക്കയിലുണ്ട്. ആരോഗ്യ സർവേ നടക്കുകയാണ്. വീട്ടു നമ്പർ ക്രമത്തിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ക്രമത്തിൽ എഴുതുക കേട്ടോ. അടുത്ത് നോക്കിയ പെൻസിലിൻ്റെ വില. മിൻഹയുടെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്നും അനയ്ക്ക് ഒരു പെട്ടി പെൻസിൽ വാങ്ങി. 300 രൂപയാണ് വില. ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക? 300 രൂപയ്ക്ക് എങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കൂട്ടുകാരെ? ഒരു 200 രൂപയും ഒരു 100 രൂപയും കൊടുത്തിട്ടുണ്ടാവും. 300 രൂപയായില്ലേ? അതെ. പിന്നെ എങ്ങനെ കൊടുത്തിട്ടുണ്ടാകും? 3 100 രൂപ നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാകും. 300 ആയി അല്ലേ? 15 20 രൂപ നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാകും അല്ലേ കൂട്ടുകാരെ? അതെ. 300 രൂപയായില്ലേ? ആയി. അടുത്ത് നോക്കിയേ, 6 50 രൂപ നോട്ടുകൾ കൊടുത്താലും എത്രയായി? 300 രൂപയായി. ഇനി 30 10 രൂപ നോട്ടുകൾ കൊടുത്താലോ? 300 ആയി. അപ്പോൾ നമുക്ക് ഈ രീതിയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 300 രൂപ കൊടുക്കാം. ഓരോരുത്തരും കണക്കാക്കിയ രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ കൂട്ടുകാരെ? കൂട്ടുകാർ കണക്കാക്കിയ രീതി എഴുതിയേ. ഇവിടെ നോക്കിയേ, അബാക്കസിൽ വരച്ച് കാണിക്കാം. 500 അധികം 100 അധികം 20 അധികം 50 അധികം 10 അധികം 200 അധികം 5 പ്ലസ് 5 അധികം 2 അധികം 1. ആകെയുള്ളത് 888 രൂപയാണ്. അപ്പോൾ അതിവിടെ വരച്ച് ചേർത്തോളൂ. 100-8, 10-8, 1-8. 888 രൂപയാണ് എവിടെയുള്ളത്? അബാക്കസിലുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളെ അബാക്കസിൽ നമ്മൾ വരയ്ക്കണം. വരച്ചോളൂ കൂട്ടുകാരെ. 263 ഇവിടെ വരച്ചിട്ടുണ്ട്. അടുത്ത് 764 ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മുത്തുകൾ വരച്ച് സംഖ്യ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. 100. ഇപ്പോൾ നമുക്ക് 200 എന്നുള്ള ഒരു സംഖ്യ അബാക്കസിൽ കൊടുക്കണം. എങ്ങനെ കൊടുക്കും? 100ൻ്റെ സ്ഥാനത്ത് മാത്രം 2 മുത്തുകൾ ചേർത്താൽ മതിയാകും. ചെക്കിൽ എഴുതാം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, മിൻഹയുടെ അച്ഛൻ്റെ കയ്യിലുള്ള ചെക്ക് നോക്കൂ. സംഖ്യ അക്ഷരത്തിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അത് അക്കത്തിൽ എഴുതാം. എങ്ങനെയാണ് എഴുതുക? അക്കത്തിൽ എഴുതിക്കോളൂ കൂട്ടുകാരെ. 1000. അപ്പോൾ അക്കത്തിൽ എഴുതാനും അക്ഷരത്തിൽ എഴുതാനും കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്ത് പട്ടിക പൂരിപ്പിക്കുക. ഇവിടെ കണ്ട കൂട്ടുകാരെ, അക്കത്തിൽ തന്നിട്ടുണ്ട്, നമ്മൾ അക്ഷരത്തിൽ എഴുതണം. ഇപ്പോൾ 125 രൂപയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഇവിടെ എന്തെഴുതാം? 405. അടുത്തതോ 890. അടുത്തത് 342. ഇനി ഇവിടെ എഴുതിക്കോളൂ 617, 550, 261. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, ബാങ്കിൽ പണം അടയ്ക്കണം. ബാങ്കിൽ പണം നിക്ഷേപിക്കാനുള്ള സ്ലിപ്പ് നോക്കിയേ. ബാങ്കിൽ കൊടുക്കുന്ന നോട്ടുകളുടെ എണ്ണവും ആകെ തുകയും ഇതിലെഴുതാനുണ്ട്. മിൻഹയുടെ അച്ഛൻ 800 രൂപയാണ് അടയ്ക്കാൻ പോകുന്നത്. 6 നോട്ടുകളാണ് ബാങ്കിൽ കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? കണ്ടെത്തി എഴുതിക്കോളൂ കൂട്ടുകാരെ. എൻ്റെ കൈവശം 370 രൂപ ബാക്കിയുണ്ട്. ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം? കണ്ടെത്തി എഴുതിയ കൂട്ടുകാരെ. ഒരു 200 രൂപ നോട്ട്, ഒരു 100 രൂപ നോട്ട്, പിന്നെയോ ഒരു 50 രൂപ നോട്ട്, പിന്നെ ഒരു 20 രൂപ നോട്ട്. ഇത്രയുമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുള്ള നോട്ടുകൾ. അടുത്ത് നോക്കി, 180 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക. 1 + 0 + 9 10. ഇവിടെ 118 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എങ്ങനെയാണ് കണ്ടെത്തുക? 1 + 1 + 8 16 എന്നാണ് കിട്ടുക. മറ്റൊരു സംഖ്യ 127 ആണ്. കണ്ടെത്തി നോക്കിയ കൂട്ടുകാരെ. ഇതുപോലെ
അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന എത്ര സംഖ്യകളാണുള്ളത്? 100-നും 200-നും ഇടയിൽ, 200-നും 300-നും ഇടയിൽ, 300-നും 400-നും ഇടയിൽ എത്ര മൂന്നക്ക സംഖ്യകളാണുള്ളതെന്ന് കണ്ടെത്തി എഴുതണം. ഇവിടെ നോക്കിയേ, കോർണർ PTA. അച്ഛാ വരുമ്പോൾ പഴം വാങ്ങണേ, നാളെ കോർണർ PTA. നമ്മുടെ വീട്ടിലല്ലേ? ഇവിടെ നോക്കിയ കൂട്ടുകാരെ, അച്ഛൻ കോർണർ PTAക്ക് വേണ്ടി 6 കിലോഗ്രാം പഴമാണ് വാങ്ങുന്നത്. 1 കിലോഗ്രാം പഴത്തിന് 50 രൂപ. 1 കിലോയ്ക്ക് എത്രയാണ്? 50. 500 രൂപ കടയിൽ കൊടുത്തു. ബാക്കി 3 തരം നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്. ഏതൊക്കെയായിരിക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക? 100 രൂപയുടെ നോട്ടുകൾ കിട്ടും. പിന്നെയോ 20 രൂപയുടെ നോട്ടുകളും 50 രൂപയുടെ നോട്ടുകളുമാണ് കിട്ടിയിട്ടുണ്ടാവുക. ഡ്രാഗൺ. മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി. ഇവിടെ ഒരു ഡ്രാഗൺ, നമുക്ക് അതിൽ കളിക്കാം. നോക്കിയേ, ഡ്രാഗണിൽ സംഖ്യകളുണ്ടല്ലേ, ആ സംഖ്യകൾ നമുക്ക് പൂരിപ്പിച്ച് എഴുതണം. എഴുതിക്കോളൂ കൂട്ടുകാരെ. 901 കൊടുത്തിട്ടുണ്ട്, 902, 903, 904, 905 ഇങ്ങനെ തുടങ്ങിയ കൂട്ടുകാർ ഡ്രാഗണിൻ്റെ നമ്പർ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. സംഖ്യകൾ എഴുതൂ, വായിക്കൂ. 899. അടുത്തെന്താ? 900, 901, 990, 995, 998. അടുത്ത് നോക്കിയേ, ഇവിടെ സഹോദരൻ്റെ സമ്മാനമാണ്. ഇവിടെ മിൻഹയ്ക്ക് ചേട്ടൻ കൊടുത്ത ഒരു സമ്മാനം, കേരളത്തിൻ്റെ നദികൾ അടയാളപ്പെടുത്തിയ ഒരു ചിത്രം. അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കേരളത്തിലെ ചില നദികളുടെ പേരും അവയുടെ നീളം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, മഞ്ചേശ്വരം പുഴ 16, വളപട്ടണം 110 കിലോമീറ്ററാണ് നീളം, ചാലിയാറ് 169, ഭാരതപ്പുഴ 209, പെരിയാറ്, പമ്പയാറ്, അച്ചൻകോവിലാറ്, നെയ്യാറ്, കല്ലടയാറ്, ഇത്രയും നദികളുടെ പേരും അവയുടെ നീളവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇതിനെ നമ്മൾ എഴുതണം. എഴുതിക്കോളൂ. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കൂട്ടുകാരെ? ഇതിൽ നോക്കി പറഞ്ഞോളൂ. ഭാരതപ്പുഴയാണ് ഏറ്റവും നീളം കൂടിയ നദി. ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? അതെ, മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും നീളം കുറഞ്ഞ നദി. ഇനി അടുത്ത് നോക്കി, വിലയിരുത്തൽ തുടർ പ്രവർത്തനങ്ങൾ. ഇതുകൂടെ നമുക്കൊന്ന് നോക്കാം. പാറ്റേൺ പൂർത്തിയാക്കുക. 11, 22, 33, 44, 55, 66. അടുത്ത് 150, 250, 350, 450, 550, 100, 101, 103, 106, 109, 112, 990, 980, 970, 960, 950. ഇനി കൂട്ടുകാരുടെ വക കൂട്ടുകാരൊന്ന് എഴുതി നോക്കിയേ. അടുത്ത് ഞാൻ ആരാണെന്ന് പറയാമോ? 2 അക്ക സംഖ്യയാണ്, 80-ൽ കൂടുതലാണ്. പിന്നെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം 10കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. അടുത്തതും അതേപോലെ ഒരു ചോദ്യമാണ്, കണ്ടെത്തി എഴുതുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതാം. 301, 401, 501, 601, 701. അടുത്ത് 299, 399, 499, 599, 699. അടുത്ത് 300, 400, 500, 600, 700. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ വിട്ടുപോയ കളങ്ങളൊക്കെ തന്നാൽ എഴുതാൻ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്